കൊച്ചി വാർത്ത ചാനലിലേക്ക് സ്വാഗതം. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ രാജ്യസഭയിലെത്താൻ നീക്കം നടത്തുന്നതായി റിപ്പോർട്ട്. പഞ്ചാബിൽ നിന്നും രാജ്യസഭയിലെത്താനാണ് ശ്രമം. ഇതിനായി AAPയുടെ രാജ്യസഭാംഗം സഞ്ജീവ് അറോറ സ്ഥാനമൊഴിഞ്ഞേക്കുമെന്നാണ് അഭ്യൂഹം. അടുത്തുതന്നെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ലുധിയാന വെസ്റ്റ് നിയമസഭാ മണ്ഡലത്തിൽ സഞ്ജീവ് അറോറയെ AAP സ്ഥാനാർത്ഥിയാക്കും. സഞ്ജീവ് അറോറ രാജിവെക്കുന്ന രാജ്യസഭാ സീറ്റിലേക്ക് കെജ്രിവാൾ എത്തുമെന്നാണ് AAP വൃത്തങ്ങൾ നൽകുന്ന സൂചന. നിയമസഭയിലേക്ക് അറോറ വിജയിച്ചാൽ അദ്ദേഹം രാജ്യസഭാംഗത്വം രാജിവെക്കും. തുടർന്ന് കെജ്രിവാളിനെ രാജ്യസഭയിലെത്തിക്കാനാണ് ആലോചന. MLA ആകുന്ന സഞ്ജീവ് അറോറയെ പഞ്ചാബിലെ ഭഗവത് മൻ മന്ത്രിസഭയിലും ഉൾപ്പെടുത്തിയേക്കും. വ്യവസായി കൂടിയായ അറോറയെ 2022 പഞ്ചാബിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുത്തത്. 2028 വരെ അദ്ദേഹത്തിന് കാലാവധിയുണ്ട്. നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതോടെ രാജ്യസഭാംഗത്വം അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരും. ഇതോടെ വരുന്ന ഒഴിവിലേക്കാണ് കെജ്രിവാളിനെ പരിഗണിക്കുന്നത്. കെജ്രിവാളിനെ സംബന്ധിച്ച് ഈ അഭ്യൂഹം AAP നിഷേധിച്ചിട്ടുണ്ടെങ്കിലും ചർച്ച നടക്കുകയാണെന്ന് പാർട്ടി അറിയിച്ചു. ലുധിയാന നിയമസഭാ ഉപതിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമാകും കെജ്രിവാളിൻ്റെ രാജ്യസഭാ സീറ്റിൽ AAP അന്തിമ തീരുമാനമെടുക്കുക. മറ്റൊരു രാജ്യസഭാ MPയും കെജ്രിവാളിനായി സീറ്റൊഴിയാൻ സന്നദ്ധത അറിയിച്ചതായി റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ന്യൂഡൽഹി മണ്ഡലത്തിൽ BJPയുടെ പർവേഷ് വർമ്മയോടാണ് കെജ്രിവാൾ അപ്രതീക്ഷിത തോൽവി വഴങ്ങിയത്. ഡൽഹിയിൽ വീണ്ടും കെജ്രിവാളും ആം ആദ്മിയും അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷ തിരഞ്ഞെടുപ്പിന് മുൻപുണ്ടായിരുന്നെങ്കിലും തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ആം ആദ്മി നേരിട്ടത് വലിയ തോൽവിയാണ്. ആം ആദ്മിയും കോൺഗ്രസും തമ്മിലുള്ള വാക്പോരുകളും തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമായെന്ന് ചില വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ രാജ്യസഭയിലേക്കെത്തിയാൽ ആം ആദ്മിക്ക് നിലവിലെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് വലിയൊരു ആശ്വാസമായിരിക്കും. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.